വടവാതൂര് ഒരു രാത്രി ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് വടവാതൂർ ജംഗ്ഷനിൽ ഞാൻ നിൽക്കുകയാണ്. കോട്ടയത്തോട് ബസ് കയറിയിട്ട് കോട്ടയത്തോട് തിരുവല്ലയ്ക്ക് പോകണം. ഒരു 4-5 ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ പറഞ്ഞു, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പാസ്റ്റർ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എവിടെ ഉണ്ടായിരുന്നു? റബ്ബർ തോട്ടത്തിനകത്തുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഉണ്ടായിരുന്നില്ല, അത് മതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു, എന്താ പാസ്റ്റർക്ക് വിഷമമില്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒരു സംശയം ചോദിക്കാൻ വന്നാ? ചോദിച്ചോ. പക്ഷേ പരിശുദ്ധാത്മാവശ്യകത പോലെ പാസ്റ്റർ പ്രസംഗിച്ചു രാത്രി ഞങ്ങൾ കേട്ടായിരുന്നു. ഒത്തിരി സന്തോഷം തോന്നി. പക്ഷേ സ്റ്റേജിൽ കിടന്ന് ഒരുപാട് അന്യഭാഷ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതൊന്ന് ചോദിക്കാൻ വന്ന ഞാൻ പറഞ്ഞു, അത് മനസ്സിലാകുകയല്ല. അതെന്താ? അന്യഭാഷ ആയതുകൊണ്ടാണ്. അന്യഭാഷയില്ലോ, അതങ്ങനെ മനസ്സിലാവുന്നേ. സ്വന്തം ഭാഷ അല്ലെന്ന്. പക്ഷെ അത് ഞങ്ങൾ അങ്ങനെ ചോദിച്ചാൽ പാസ്റ്റർ കറക്റ്റ് എടുത്ത് പറയുമോ? ഞാൻ പറഞ്ഞു, ബ്രദറെ, വേദപുസ്തകത്തിനകത്ത് അന്യഭാഷ 3 എണ്ണം ഉണ്ട്. ഒന്ന്, ബെൽഷസ്സർ മഹാരാജാവിന്റെ ഭിത്തിമേൽ യഹോവയുടെ കൈ കൊണ്ടെഴുതി മേലെ മേലെ തെക്കേ റൂഫർസീൻ, ദൈവത്തിന്റെ ഭാഷ. ഭൂമിയിൽ ഒരു ജ്ഞാനിയും വായിച്ചില്ല. ഉത്കൃഷ്ട മാനസനായ ആത്മശക്തി പ്രാപിച്ച ദാനിയേൽ മാത്രമേ വായിച്ചുള്ളൂ. ദൈവത്തിന്റെ ഭാഷ അതന്യ ഭാഷയാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം പറയുന്നു, ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ അപ്പൊ ദൂതന്മാരുടെ ഭാഷയുണ്ട്. നമ്പർ 2. നമ്പർ 3, മർക്കോസിന്റെ മാളിക മുറിയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയപ്പോൾ അവിടെ ഇരുന്നവർ മുഴുവൻ അന്യഭാഷ സംസാരിച്ചു. അത് യെരുശലേമിൽ വന്നവർക്ക് മനസ്സിലായി. നമ്പർ 3, ഇതിലേതാ ബ്രദറിന് അറിയേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു, ആദ്യത്തെ 2 അറിയണ്ട, 3-ാമത്തെ ഈ യെരുശലേമിൽ നിന്നവർക്ക് മനസ്സിലായി എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതിനെന്താ? അതെങ്ങനെ മനസ്സിലായ? ഞാൻ പറഞ്ഞത് അവരുടെ ഭാഷയായതുകൊണ്ട്. പക്ഷെ പാസ്റ്റർ ഇവിടെ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ആർക്ക് മനസ്സിലാകുന്നില്ലെന്ന്? അല്ല, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഭാഷയല്ലേ അറിയത്തുള്ളൂ. ആര് പറഞ്ഞു? നീ നിൽക്കുന്ന പുള്ളി സൗദി അറേബ്യയിലായിരുന്നു 15 കൊല്ലം. പുള്ളിക്ക് അറബി അറിയാം. പിന്നെ ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷൊക്കെ അന്യഭാഷയല്ലേ. ഞാൻ പറഞ്ഞത് അന്യഭാഷ, അതൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, ബ്രദർ, നിങ്ങൾക്ക് ആ ഭാഷ അറിയാത്തതുകൊണ്ടായിരിക്കും. അറിയാം പാസ്റ്ററെ, അറിയാം. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അന്യഭാഷ ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാവോന്നറിയാൻ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ ഭാഷ 1-2 പറയാം. അതിന്റെ അർത്ഥം നിങ്ങൾ പറയണം. പറഞ്ഞു പറഞ്ഞോളാം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആർക്ക് അറബി അറിയാവുന്ന? ഈ നിൽക്കുന്ന ചേട്ടൻ അറിയാം അറബി. ഞാൻ പറയാൻ പറഞ്ഞു, അൽ തൗറാത്തിൽ അൽ ഇൻജീലിൽ അൽ സബൂറിൽ ലദാഫി ജിബിലാഫി കുല്ലു മലദാഫി കുല്ലു ഫീ ഷുഗിൽ ഖംദ ലംസഫി ബറാഫി കലാസ. അത് മനസ്സിലായില്ല. പക്ഷെ അറബി ഇതന്നെ എങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഇത് അറബി. 114 സൂറയും 6154 ആയത്തുമുള്ള ഖുർആനത്തെ 6-ാമത്തെ സൂറ 54-ാമത്തെ ആയത്താ പറഞ്ഞു. എനിക്ക് എന്നൊക്കെ മാറഫ് കല്ലി വല്യ കുല്ലു തമാ എന്നൊക്കെ പറഞ്ഞാൽ അറിയത്തുള്ളൂ. അത് അവിടുത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ അറിയാം. അത് വിസിറ്റിങ്ങിനെ കണ്ടുപോയി പഠിച്ച ഭാഷ. അപ്പൊ അയാൾക്ക് അറബി അറിയത്തില്ല. മനസ്സിലായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നസ്തഈൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർത്ഥം പറയാമെന്ന് ചോദിച്ചു. പുള്ളി ഭാഷ അത് പറയണ്ട, വേറെ ഭാഷ പറയാൻ പറ്റും. പിന്നെ വേറെ ഭാഷ പറയാം. ഞാൻ ചോദിച്ചു, ഹിന്ദി അറിയാമോ? പുള്ളി പറഞ്ഞു, ഹിന്ദി അറിയാം. ഹിന്ദി അറിയാം. क्योंकि परमेश्वर ने संसार से ऐसा प्रेम रखा कि अपने एकलवत पुत्र दे दिया, जो कोई विश्वास करे नष्ट न हो परंतु शाश्वत जीवन पाया. കേരളത്തിലുള്ളവരല്ലേ അവർ പറഞ്ഞു, പക്ഷേ ഇത് മനസ്സിലാകാത്തൊരു ഹിന്ദിയാണല്ലോ. ഞാൻ പറഞ്ഞു, യൂന ത്രങ്ക സോല യോഹന 3:16. അവർ ഞങ്ങൾക്ക് അങ്ങനെ ബൈബിളിലെ ഹിന്ദി അറിയത്തില്ല, അല്ലാത്ത ഹിന്ദി പറയണം. ഞാൻ നിങ്ങൾക്ക് ഏത് ഹിന്ദി അറിയാം? ഞങ്ങൾക്ക് ക്യാ ഹേ കോൻ ഹേ കിധർ ജാതാ ഹേ സോതാ ഹേ ക്യാ കർത്താ ഹേ ഉഠ്താ ഹേ ഫിർതാ ഹേ ഫിർ ദൗഡ്താ ഹേ ഖാതാ ഹേ പീതാ ഹേ അങ്ങനെ പറഞ്ഞു. അന്യഭാഷ പറയുന്നത് രാവിലെ മുതൽ കാത്താ ഹേ പീതാ ഹേ സോതാ ഹേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അവന് മനസ്സിലാകാൻ തന്നെ ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ ഹിന്ദി അറിയത്തില്ല, മനസ്സിലായി. പിന്നെ എന്തറിയാം? പക്ഷെ തമിഴ് അറിയാം. തമിഴ് അന്യഭാഷ പറഞ്ഞാൽ മനസ്സിലാവും. ശരി, തമിഴ് പറയാം. നിങ്ങൾ പറയുന്ന അർത്ഥം പറയണം. അന്യഭാഷ അല്ല, തമിഴ് ഭാഷ പറയാം, അർത്ഥം പറയണം. ஜாதி இரண்டொழிக்க வேரில்லை சாற்றென்றால் நீதி வலுவாய் நேதினியில் நெறிமுறையில் இட்டார் பெரியார் இடாதார் இடிகுளத்தோர் பட்டாங்கில் உள்ளபடி வரியார் கொன்றை வருவது ஈகை மற்றெல்லாம் குறியதற்கு நீரை துடைத்து கற்க கசரதே கற்றதே கற்றபின் நிற்க அதற்கு தக செல்வத்தின் செல்வமே செவி செல்வம் அச்செல்வத்தின் செல்வமே தலை. പക്ഷേ ഇത് തമിഴാണോ? നമ്മൾ ഇതാ തമിഴ്, ഒറിജിനൽ തമിഴ്, ചെന്തമിഴ്. ആമേൻ. എന്താ പറഞ്ഞാ? ഇത് തിരുക്കുറൽ വള്ളുവൻ എഴുതിയ തമിഴാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തമിഴ് അറിയാമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ആദ്യം? അതെ, നേരെ തമിഴ് അറിയാം. ഞങ്ങൾക്ക് എങ്ക പോறீங்க? இங்க வரீங்களா? சாப்பிடுறீங்களா? உட்கார்றீங்களா? வர்றீங்களா? நிக்கிறீங்களா? எல்லாத்திനും അവസാനം ഇംഗ്ലാന്ന് പറയണം. വர்றீங்களா? പോறீங்களா? നിக்கிறீங்களா? എല്ലാത്തിനും അവസാനം എങ്ങനെ പറയണം? അത് അന്യഭാഷ പറയുന്നത് രാവിലെ വന്നിട്ട് പോறீங்களா? വர்றீங்களா? അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, മലയാളം അറിയാമോ? എന്നെ പറഞ്ഞു, ശബ്ദ കുത്തല്ലോ. കോട്ടയംകാർക്ക് മലയാളം അറിയാമെന്ന് ചോദിച്ചാൽ പിന്നെ രക്ഷപ്പെടുവോ? ഞാൻ ചോദിച്ചു, മലയാളം അറിയോ? എന്നെ പറഞ്ഞു, പക്ഷേ മലയാളം അറിയാമെന്ന് കോട്ടയംകാർ 100% സാക്ഷരത ഉള്ള നമ്മുടെ നാട്ടിൽ മലയാളം അറിയാമോ? ഞാൻ പറഞ്ഞു, മലയാളം അറിയാമെന്ന് പറ. അറിയാം പക്ഷേ ഞാൻ മലയാളം പറയാൻ അർത്ഥം പറയണം. നക്ഷത്ര നക്ഷത്ര വിപക്ഷ പക്ഷ ലക്ഷങ്ങളും തക്ഷണമത്ര കണ്ടാൽ
പക്ഷെ ഇച്ഛ ഇല്ലാതെ പറ. പക്ഷെ എന്തൊരു ഇച്ഛ അതിനകത്ത്. ശരി, ഒറ്റ കൂട്ടാക്ഷം ഇല്ലാതെ പറയാം. സകല ശുക കുല വിമല തിലകിത കളയവര് പിന്നെ പറഞ്ഞു അത് സംസ്കൃതമാണ്. അപ്പൊ എനിക്ക് ഞാൻ മനസ്സിലായി, ഒരു സംസ്കൃതവും മലയാളം നമ്മെ തിരിച്ചറിയരുത്. പട്ടാക്കി ബാല വട്ട തിരുവഞ്ചേരിയ കാറൊളി ചാറുകൂന്തൽ കെട്ടാക്കി കേതകി പൂതന വടിവാക്കി പരം ചന്ദ്രകണ്ണം തന്വന്തിരി ശമന നമനസം കാശുക്ക് വേതാളപ്പെട്ട പ്രശ്നം മതി. വണ്ടി വരാറെ കാണും. ഞാൻ പറഞ്ഞു പോകുന്നില്ല, ഇത് പറഞ്ഞിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അമ്മേ നമ്മുടെ സ്നേഹിത, രണ്ട് കൈയും കുപ്പി ഇന്ന് രാത്രി ദൈവസഭ എന്നുള്ള വിഷയം കേൾക്കുന്നവരോട് ആദരപൂർവ്വം ഞാൻ പറയട്ടെ, നമ്മുടെ മാതൃഭാഷയായ മലയാളം പോലും അല്പം കൂട്ടക്ഷരം ചേർത്ത് പറഞ്ഞാൽ മനസ്സിലാകാത്തവരാണ് നമ്മൾ. അതാദ്യം അറിയണം. അന്യഭാഷ ഇല്ലെന്ന് പറയരുത്. ഇവിടെ ഇരിക്കുന്നവരിൽ മഹാത്മാഗാന്ധിയെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? കൈബുക്കേട്ട. മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ടിട്ടുള്ളവർ ഇല്ല, ഞാനും കണ്ടിട്ടില്ല. ഒരു കാര്യം പറയാം, മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നു എന്നറിയാവുന്നവരൊന്ന് കൈബുക്കേട്ടെ. മഹാത്മാഗാന്ധി മതി. ഇതാ അറിവ്. അന്യഭാഷ കിട്ടിയിട്ടില്ലേലും ഇല്ലെന്ന് പറഞ്ഞ് നടക്കല്ലേ, ഉണ്ടെന്നുള്ളതിന് ചരിത്രമുണ്ട്. മഹാത്മാഗാന്ധി നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞ് കൈബുക്കിയില്ലേ, അതാ അറിവ്. അന്യഭാഷ ഇതുവരെ പ്രാപിച്ചില്ലേ, വേണ്ടെന്ന് ഇല്ലെന്ന് പറഞ്ഞ് നടക്കരുത്. ഉണ്ട്, അതിനൊരു ചരിത്രമുണ്ട്, ദൈവസഭയുടെ ചരിത്രം.